പ്രൈസ് ലോർഡ്. ഇസ്രയേൽ ഒരു മഹാ അത്ഭുതമാണ്. കഴിഞ്ഞ 10-16 എപ്പിസോഡുകളായി നമ്മൾ ഇസ്രയേലിലെ ചരിത്രത്തിലൂടെ ഭൂമിശാസ്ത്രത്തിലൂടെ ഒക്കെ റോയ് പാസ്റ്ററിനോടൊപ്പം നമ്മളെല്ലാം കൂടി ഒന്നിച്ച് നടക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട സെഷൻസാണ് നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത്. 17ാമത്തെ ഒരു എപ്പിസോഡ്. ഇന്ന് വളരെ നമുക്കെല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുള്ള, അറിയാൻ താല്പര്യമുള്ള ചില വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. സിറിയയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോക രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും ക്രൈസ്തവരുടെയൊക്കെ മനസ്സ് വിഷമിപ്പിച്ച കുറേ അനുഭവങ്ങൾ, അതൊക്കെ നമ്മൾ ഒന്നിച്ചൊന്ന് ചർച്ച ചെയ്യാൻ പോവുകയാണ്. റോയ് പാസ്റ്റർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടെ പാസ്റ്ററെ വെൽക്കം ചെയ്യണം. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ സ്തോത്രം. സന്തോഷമായിട്ടിരിക്കുന്ന പാസ്റ്ററെ. കഴിഞ്ഞ വീക്കിൽ നമുക്ക് എപ്പിസോഡ് മുടങ്ങിപ്പോയി. നമ്മള് എല്ലാവരും തിരക്കായിരുന്നു, പാസ്റ്ററും തിരക്കായിരുന്നു, അതൊക്കെ ആയിട്ടല്ലേ? അതെ പാസ്റ്ററെ, ദൈവത്തിൻ്റെ സ്തോത്രം. തിരക്കിനിടയ്ക്ക് വിട്ടുപോയി. പലപ്പോഴും നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുക, സത്യസന്ധമായിട്ട് പഠിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. എന്നാൽ പലപ്പോഴും അങ്ങനെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് വിഷമം തോന്നും. ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും പാസ്റ്ററെ. സത്യത്തിൻ്റെ സാക്ഷിയാകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അല്ലേ? അതെ അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഈ ലൈവ് നമ്മൾ ഇത് തുടങ്ങുന്നതിന് മുമ്പ്, റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് പാസ്റ്റർ ഞാനും സംസാരിക്കുകയായിരുന്നു. പലപ്പോഴും പല ആളുകളും വളരെ ട്രൂത്തിനെ ഡൈല്യൂട്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ, വിമർശനങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ, എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട രീതിയിൽ. പലപ്പോഴും എനിക്കത് പറ്റാറില്ല പാസ്റ്റർ. എനിക്കൊന്നും റോയ് പാസ്റ്ററിനും അത് പറ്റാറില്ല. ഇല്ല പാസ്റ്ററെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഒരു ആമുഖമായിട്ട് ഇത് പറഞ്ഞത്, ഒരുപക്ഷെ നമ്മൾ ഇസ്രായേലിലെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഇസ്രായേലിനെ എതിർക്കുന്നവർക്ക് സങ്കടമുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ട്രൂത്ത് എന്നും ട്രൂത്താണ്. സത്യമെന്നും വിജയിക്കുക തന്നെ ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചൊരു കാര്യം പാസ്റ്ററെ, സിറിയയിൽ നടക്കുന്ന സംഭവങ്ങൾ, മൈനോറിറ്റീസ് വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നൊരു കാലമാണ്. നമ്മൾ ഓർത്തത് കുറേയൊക്കെ സിറിയ ശാന്തമായെന്നാണ് ഓർത്തത്. ആസാദൊക്കെ ഓടിപ്പോയി കഴിഞ്ഞപ്പോഴേ. എന്നാൽ ഒരു തരത്തിലുള്ള ക്രിസ്ത്യൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള വംശഹത്യ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ളൊരു ശ്രമമൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ നമുക്ക് കുറച്ച് വേദപുസ്തക പ്രവചനങ്ങളുമായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെടുത്തി ഒന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നി. ശരിയല്ലേ പാസ്റ്ററെ? കറക്റ്റാ പാസ്റ്ററെ. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. എന്നാലും പാസ്റ്ററിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള പാസ്റ്ററുടെ ഒരു വ്യൂ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്ററെ, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. കർത്താവിൽ എല്ലാ ദൈവജനത്തെയും വന്ദനം ചെയ്യുന്നു. പ്രിയ ഫിന്നി പാസ്റ്ററോട് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. ഇസ്രയേലിൻ്റെ ചരിത്രങ്ങളിൽ കൂടെയുള്ള ഒരു യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക. പക്ഷെ പല സമയത്തും നമ്മൾ കറൻറ്റ് ന്യൂസുകളെക്കുറിച്ചും ഇസ്രയേലിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും നമ്മളെടുത്ത് സംസാരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ദൈവോചനത്തിൻ്റെ വെളിച്ചത്തിൽ കൂടെ നമ്മളിത് കണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ അടിസ്ഥാനം ദൈവോചനമാണല്ലോ. പാസ്റ്റർ പറഞ്ഞ വിഷയത്തിൽ കൂടെ തന്നെ നമുക്ക് കയറി വരാം പാസ്റ്ററെ. പലപ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ ചിലരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരും. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വരും. പക്ഷെ അങ്ങനെയൊക്കെയാണ് നമുക്കൊക്കെ മീറ്റിംഗ് പറയും, വേദി പോവും. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ എല്ലാം അപ്പുറം പാസ്റ്ററെ, നമ്മളെ വിളിച്ചവനെ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും നല്ലത്. നമ്മുടെ മനസ്സിനകത്ത്, എൻ്റെ ഒരു വ്യൂ അങ്ങനെ പാസ്റ്ററെ, എനിക്ക് പലപ്പോഴും ഞാൻ പല ചർച്ചുകളിൽ പോകുമ്പോഴും പലയിടത്ത് ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുമ്പോഴും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് സംസാരിക്കണമെന്നും അതാണ് എൻ്റെ ഹൃദയത്തിൽ നമുക്ക് സ്വസ്ഥത തരുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ എന്നും അങ്ങനെ കിടക്കും. എന്ത് ഇൻറ്റൻഷനോടുകൂടെയാ ഇത് പറഞ്ഞത്? ബൈബിളിലൊരു വാക്യമുണ്ട്, അവൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നിന്റെ ഉദ്ദേശവും അറിയുന്നു. നമ്മുടെ ഇൻറ്റൻഷൻ എന്തുവാന്ന് ദൈവം പലപ്പോഴും ശോധന ചെയ്യുന്ന ദൈവം. ദൈവം സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കണമെന്നും
ദൈവം വെറുക്കുന്നതിനെ വെറുക്കണമെന്നും ദൈവം എന്തിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നോ അതിനെക്കുറിച്ച് നമ്മളും കൂടുതൽ സംസാരിക്കണമെന്നും ദൈവം എന്തിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കുന്നു അവിടെ നമ്മളും കുറച്ച് സംസാരിക്കണമെന്നും ദൈവം എവിടെ സൈലൻ്റായിരിക്കുന്നോ അവിടെ നമ്മളും സൈലൻ്റായിരിക്കണമെന്നും ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഞാൻ എടുക്കുന്ന ഒരു സ്റ്റാൻഡ്, ഒരു പോളിസി. അങ്ങനെ ഞങ്ങളുടെ ബുക്കിനകത്ത്, ലൈഫ് ലൈറ്റിൻ്റെ ഒരു ബുക്കിനകത്ത് നമ്മൾ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദൈവവചനത്തിൻ്റെ സ്റ്റാൻഡിലേക്ക് തന്നെ മടങ്ങി വരാം പാസ്റ്ററെ. നമുക്ക് സിറിയയുടെ വിഷയങ്ങളിലേക്ക് നമ്മൾ ഇന്നത്തെ വലിയൊരു ജെനിസൈഡ്, ഒരു കൂട്ടഹത്യ, വംശഹത്യ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ പിമ്പിൽ ഒരു റിവഞ്ച അസാദിനോടുള്ള അദ്ദേഹത്തോടുള്ള താല്പര്യമുണ്ടായിരുന്ന ആൾക്കാരോടുള്ള റിവഞ്ചാണെന്ന് പറയുമ്പോഴും പക്ഷെ അവിടെ തന്നെയല്ല, അതിനകത്ത് ഒത്തിരിയും നിരപരാധികൾ, അത് പല മതത്തിലുള്ളവരായിരിക്കാം, അതിനകത്ത് ക്രിസ്ത്യൻസ് ഉണ്ട്, അതിനകത്ത് മുസ്ലിംസ് ഉണ്ട്, പല അവർ പ്രത്യേകിച്ച് ആ രണ്ട് ജാതികളിൽപ്പെട്ടവർ, രണ്ട് ഫോളോവേഴ്സ്, അവരൊത്തിരി പേര് മരിക്കുക. ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും ഒരു സേവ് ഗാസ പോലെ ഒരു ക്യാമ്പയിനും ഇല്ല, ആരും ഇതിനെതിരെ സംസാരിക്കുന്നില്ല. ഇപ്പോഴത്തെ ചാനലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തവരായിരിക്കും മിക്കവാറും ഉള്ളവർ. പോട്ടെ, പക്ഷെ നമുക്ക് ഇസ്രയേലിന്റെ ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞോട്ടെ. ഞാൻ ആസാദിയുടെ പ്രേക്ഷകർക്ക് കുറെ പേർക്കൊക്കെ അറിയാം, നമ്മൾ ആസാദി ഗ്ലോബൽ ന്യൂസ് എന്ന് പറയുന്നൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ ഗ്ലോബൽ ന്യൂസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. സിറിയയും പലസ്തീനും മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ക്രിസ്തീയ ചലനങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ നല്ല പ്രതികരണം ആ ന്യൂസ് ചാനലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ആസാദി ഗ്ലോബൽ ന്യൂസ്. അപ്പം അതിന് ന്യൂസ് ഫീഡ് വരും പാസ്റ്റർ. ഞാനങ്ങനെ ഒരു സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഈ കാലത്ത് നമ്മൾ ന്യൂസ് അന്വേഷിച്ചു പോകണ്ട, നമ്മുടെ കയ്യിൽ ന്യൂസ് വരും. ലോകത്തിലുണ്ടാകുന്ന ചലനങ്ങളെല്ലാം നമുക്ക് അവരയച്ചു തരും. അപ്പം ഞാൻ ആ ന്യൂസ് ഫീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എല്ലാ ന്യൂസും വന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം കൊണ്ട് സിറിയയെക്കുറിച്ച് ഒരു കുറഞ്ഞ പക്ഷം ഒരു 10 ന്യൂസ് എനിക്ക് കിട്ടി. അതായത് എൻ്റെ ന്യൂസ് ഫീഡിൻ്റെ അകത്ത് സിറിയയെക്കുറിച്ച് ഒരു 10 ന്യൂസ് എനിക്ക് കിട്ടി. അപ്പോൾ ആ 10 ന്യൂസിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ എഴുതി. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നത് മലയാളത്തിൽ ആരും ഇത് പറഞ്ഞില്ല, ക്രിസ്ത്യൻ മീഡിയാസ് പോലും ഇത് പറയുന്നില്ലെന്നുള്ളതാണ്. ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ, ഹിന്ദുസ്ഥാൻ ടൈംസ് എഴുതിയിരിക്കുന്നത് സിറിയയിലെ 3 മേജർ ക്രിസ്ത്യൻ സഭകൾ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു ജോയിന്റ് പെറ്റീഷൻ, എന്താ പറയുന്നത്, ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു. സിറിയയിൽ നടക്കുന്ന മസാക്കർ, സിറിയയിൽ നടക്കുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ സിറിയയിലുള്ള 3 മെയിൻ ക്രിസ്ത്യൻ ചർച്ചസ്, അതിനകത്ത് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഉണ്ട്, ഗ്രീക്ക് കാത്തലിക് ചർച്ചസ് ഉണ്ട്. അങ്ങനെ 3 ചർച്ചുകൾ, ഗ്രീക്ക് ഓർത്തഡോക്സ്, സിറിയക്ക് ഓർത്തഡോക്സ്, ഗ്രീക്ക് കാത്തലിക് ചർച്ച്, ഇവർ ചേർന്നിട്ട് ഒരു പ്രമേയം പാസ്സാക്കി സിറിയയിൽ നടക്കുന്ന കൂട്ടക്കൊലയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ ഇത് ശ്രദ്ധിക്കണമെന്നും ഇടപെടണമെന്നും ഒക്കെ പറയുന്ന ഒരു ന്യൂസ് ഇന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിലുണ്ട്. ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇവിടെ രക്തസാക്ഷികളാകുന്നത് ക്രിസ്ത്യൻസ് ആണ്. ആ ഒരു ന്യൂസിൻ്റെ അകത്ത് പറഞ്ഞത് 500 ചില്ലുവാനം ആളുകൾ കഴിഞ്ഞ ചില ദിവസങ്ങൾ കൊണ്ട് സിറിയയുടെ കോസ്റ്റൽ ഏരിയയിൽ മരിച്ചെന്ന്. 500 ചില്ലുവാനം ആളുകൾ. നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം പാസ്റ്ററെ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഞാനൊരു കണക്ക് നോക്കിയിട്ട് ഏകദേശം 60,000 പേരോളം, അല്ലെ ഇവിടെ പറയുന്നത് 1500 പേര് ഇതിനോടകം മരിച്ചു. മണിക്കൂറുകൾ മരിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 60,000 പേര്. ഞാൻ പറഞ്ഞ ഈ ഒരു റിപ്പോർട്ടേ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലെയാണ്. അതായത് സിറിയയുടെ ഒരു കോസ്റ്റൽ ഏരിയ, ഒരു പർട്ടിക്കുലർ സ്ഥലം ഇവിടെ പറയുന്നുണ്ട്. Alawite civilians were killed in the coastal region of Syria and the Latakai mountains. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനാണ് പറയുന്നത് ഇവിടെ. ആ ലൊക്കേഷനിൽ മാത്രം 532 പേര് കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മരിച്ചിരിക്കുന്നു. സംഖ്യ കൂടും, ഇനിയും കൂടും. അനേകം ആൾക്കാർ പലായനം ചെയ്തു. പക്ഷെ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, ഈ ഒരു പ്രത്യേകിച്ച് ചർച്ചിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമുക്ക് അതിലേക്ക് വരാം പാസ്റ്ററെ. പക്ഷെ നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രങ്ങളിൽ കൂടി ഒന്ന് തുടങ്ങിയിട്ട് അങ്ങോട്ട് വരാം.
ഇസ്രയേലിന് ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പലപ്പോഴും ഇസ്രയേലിനെ സപ്പോർട്ടീവായിട്ടും ക്രിസ്ത്യൻ സപ്പോർട്ടീവായിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോഴും വളരെ കൃത്യമായി പഠിച്ചിരിക്കണം. ഇത്രയും ഇസ്രയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ദൈവം ഉണ്ടെന്ന് ബൈബിൾ ഇത്രയും എഴുതിയിട്ട് എന്തുകൊണ്ട് 2023 ഒക്ടോബർ 7 ഇവരുടെ ഇന്റലിജന്റ് ബ്യൂറോ, മൊസാദ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരും കണ്ണടച്ചു പോയി, അല്ലെ ഇവരുടെ കണ്ണ് കാണാതെ പോയി? ഇവരെന്തുകൊണ്ടാണ് ഇത്ര 1500 പേര് കൊല്ലപ്പെടാൻ അല്ലെങ്കിൽ 250-ലധികം പേര് ഹോസ്റ്റേജസ് ആയി പോകാനൊക്കെ ഇടയായി വന്നത്? എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇന്നും കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത്? നമ്മൾ ഇസ്രയേലിനെ കുറിച്ച് പറയുമ്പോഴും ദൈവവചനം ഇതിനകത്തോട് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. എന്നോട് ചില സമയത്ത് ഇസ്രയേലിന്റെ കാര്യം ഞങ്ങൾ പഠിപ്പിക്കുന്ന ആയതുകൊണ്ട് ചില ആൾക്കാർ ഞങ്ങളോട് വിളിച്ചു ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് പാസ്റ്റർ ഇങ്ങനെ ഇസ്രയേലിനെ ഇത് അനുവദിച്ചത്? പക്ഷെ ഇതിന്റെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, പക്ഷേ മേജറായിട്ടുള്ള ഒരു 2-3 കാര്യങ്ങൾ ഇൻസിഡന്റ് ഇതിനെ മുമ്പിൽ കൊണ്ടുവരാം. ഒന്ന്, ഈ ബൈബിളിൽ ഒരു പ്രമാണമാണ്, ബൈബിളിലെ ഒരു സിസ്റ്റമാണ്, തൻ്റെ സ്വന്തം ജനമാണെങ്കിൽ പോലും എപ്പോൾ ദൈവത്തിനെതിരെ ഇവർ തിരിയുമോ, അനുസരണക്കേടിൽ പോകുമോ, ദൈവവചനത്തിന്റെ പ്രമാണത്തിനെതിരെ ഇവർ തിരിയുമോ, അന്ന് ഇവർക്ക് ശിക്ഷയുണ്ട്. അത് ദൈവം ആരാണെന്ന് പറഞ്ഞാലും, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ എടുത്ത കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദാണെങ്കിൽ പോലും ദൈവം ദാവീദിനെ ശിക്ഷിച്ചു. ദാവീദ് ഭയപ്പെട്ടു പോയി. അപ്പൊ ദൈവം പാപത്തെ കാണുമ്പോൾ ദൈവം ശിക്ഷിക്കും എന്നുള്ളത് ദൈവത്തിന്റെ നിയമമാണ്. ദൈവം ശിക്ഷിച്ചില്ലെങ്കിൽ ദൈവം ഒരു കറപ്റ്റഡ് ജഡ്ജ് എന്നായിരിക്കും. അതിനുള്ള ഉദാഹരണം ഒരു കറപ്റ്റഡ് ജഡ്ജാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ഓർക്കുക, പക്ഷേ ദൈവത്തിന്റെ പ്രമാണം, വിശുദ്ധ പ്രമാണം, അതിനെ മാത്രമേ വിശുദ്ധ പ്രമാണം എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ദൈവം എഴുതിയപ്പം ഞാൻ എൻ്റെ ഒരു രീതി പറയാം, പക്ഷേ ഒരു കള്ളനായ ഒരു വ്യക്തി ഒരു നിയമം എഴുതിയാൽ ആ നിയമം കള്ളത്തരമായിരിക്കും, അല്ലേ? ഒരു കൊള്ളക്കാരനാണ് പുള്ളി കുറച്ച് ലോ എഴുതിയാൽ അതിനകത്ത് കൊള്ളത്തരത്തെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. ഒരു വ്യഭിചാരിയായ ഒരു വ്യക്തി ഒരു നിയമം എഴുതിയാൽ അതിനകത്തെ സ്വയം ന്യായീകരിച്ചും വ്യഭിചാരത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടായിരിക്കും. മറ്റൊരു വ്യക്തി വേറെ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക നിന്ദയെയോ കൊലപാതകത്തെയോ അങ്ങനെ കൊലപാതകൻ ഒരു നിയമം എഴുതിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് കൊലപാതകങ്ങൾ ന്യായീകരിക്കും. ഇത് വായിക്കുന്ന ഒത്തിരി പേര് കൊലപാതകന്മാരാകും, അറിഞ്ഞോ അറിയാതെയോ. പക്ഷെ നമുക്ക് നല്ലൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് പോവാം. പക്ഷെ ദൈവത്തിന്റെ പ്രമാണങ്ങൾ പഠിച്ചാൽ, എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനും ദൈവം മുമ്പിൽ നീതിമാനായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. കാരണം സ്വർഗം പോലും ദൈവം മുമ്പിൽ പരിശുദ്ധമല്ല. ആ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. ഏത് തെറ്റ് ഇസ്രയേലിൽ നിന്ന് അടി കിട്ടിയതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇസ്രയേൽ പാപം ചെയ്തു, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാ, ഉടമ്പടിയുള്ള ജനമാ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ ദൈവം സൂക്ഷിക്കുന്ന ജനമാ. ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇസ്രയേലിന് തൂത്തുപറക്കി തല്ല് കിട്ടിയെന്ന് നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ അസീറിയക്കാർ വന്ന് തൂത്തുപറക്കി തല്ലി. ആ തല്ല് അങ്ങോട്ട് കഴിഞ്ഞപ്പം ചേട്ടത്തിക്ക് തല്ല് കിട്ടി, കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയത്തിക്കും തല്ല് കിട്ടി. അനിയത്തി എന്ന് പറയുന്നത് യെരുശലേമിനെയാണ്. യെരുശലേമിനും തല്ല് കിട്ടി, അവരുടെ സഹോദരിക്ക് തല്ല് കിട്ടി. ബാബിലോണിയൻസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി. എന്തുകൊണ്ടാണ് ഇത്രയും കാവലുണ്ട്, മതിലുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് തകർന്നു പോയത്? ഒരിക്കലും ദൈവപ്രമാണത്തെ, തന്റെ വിശുദ്ധ പ്രമാണത്തെ, പാപത്തെ കണ്ടാൽ കണ്ണടയ്ക്കുന്ന ഒരു ദൈവമല്ല. ഇന്ന് ഇസ്രയേലിന് നടന്ന പ്രശ്നം ഞാൻ ദൈവവചനത്തിൽ കൂടെയും ന്യൂസുകളിൽ കൂടെയും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും കഴിഞ്ഞ 2021-22 കാലഘട്ടങ്ങളിൽ പക്ഷെ ഭയങ്കര പ്രോസിക്യൂഷനായിരുന്നു യഹൂദന്മാർ ക്രിസ്ത്യൻസിനോട് ചെയ്തത്. ഭയങ്കര പ്രോസിക്യൂഷനായിരുന്നു. ഇവർക്ക് ക്രിസ്ത്യൻസിനെ ഇഷ്ടമല്ല. ഇവർക്ക് പൊളിറ്റിക്കലി, നമ്മൾ കുറച്ചു മുമ്പേ സംസാരിച്ചതുപോലെ, പൊളിറ്റിക്കലി കുറച്ച് അക്സെപ്റ്റൻസിന് യഹൂദന്മാർ ക്രിസ്ത്യൻസിനെ അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി കൂട്ടുനിൽക്കുമെങ്കിലും ഇവരുടെ ഉള്ളിൽ ഉണങ്ങാത്ത ഒരു മുറിവ് കിടപ്പുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയുള്ള ഒരു മുറിവ്. സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോഴത്തേന് അത് കൂടി. അത് കൂടാനുള്ളതിന്റെ കാരണം ഒത്തിരി ക്രിസ്ത്യൻ രാജ്യങ്ങൾ യഹൂദന്മാർക്കെതിരെ തിരിഞ്ഞു. അതിൻ്റെ ഒരു മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല. അത് തന്നെയല്ല, ഇവർക്ക് ക്രിസ്ത്യൻസിനോടുള്ള ദേഷ്യം കൂടുതലാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻസിനായിട്ടുള്ള ആൾക്കാർ അവിടെ ഏറ്റവും കൂടുതൽ പേഴ്സിക്യൂഷനിൽ കൂടെ പൊക്കോണ്ടിരുന്നു.
ഇതെല്ലാം കർത്താവ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. കർത്താവിൻ്റെ ഒരു പ്രമാണം പഠിച്ചു കഴിഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് പാപം ചെയ്താൽ അവരെ ഒരു പെട്ടെന്ന് ശിക്ഷ കൊടുക്കത്തില്ല. ഒരു പാപം ചെയ്താൽ അവർക്ക് പെട്ടെന്ന് ശിക്ഷ കൊടുക്കത്തില്ല. ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് ദൈവം വെയിറ്റ് ചെയ്യും. മടങ്ങിവരവിന് വേണ്ടി നോക്കും ദൈവം മടങ്ങിവരവിന് അവസരങ്ങൾ അനേകത് കൊടുക്കും കർത്താവിന്റെ ഗ്രേസിനാൽ. പക്ഷെ അതും കണ്ടിട്ട് മടങ്ങി വരാതെ റിബല്യനാകുമ്പോഴാണ് ദൈവം അതിന് ഒരു ശിക്ഷ കൊടുക്കുന്നത്. ഇസ്രയേലിന് ക്രിസ്ത്യൻസിനോടുള്ള ഇവരുടെ വൈരാഗ്യം ഭയങ്കരമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവർ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ചായിരുന്നു പ്രത്യേകിച്ച് ഫീസ്റ്റുകളുടെ അന്ന് ഇവർ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കണ്ടായിരുന്നു, നിങ്ങൾ പുരുഷന്മാരൊക്കെയും സംവത്സരത്തിൽ 3 പ്രാവശ്യം എൻ്റെ അടുക്കൽ വരണം, നിങ്ങൾ എന്നെ ആരാധിക്കാൻ കയറിപ്പോയിരിക്കുമ്പോൾ നിങ്ങളുടെ ദേശം യാതൊരുവനും മോഹിക്കത്തില്ല, നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. വിശുദ്ധ പ്രമാണം അനുസരിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കേണ്ടതിന് പകരം ഇവരുടെ 2023 ഒക്ടോബർ മാസത്തിലെ ടാബർനാക്കിൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം, കൂടാര പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം സിൻഹാത്ത് തോറ എന്ന് വെച്ചാൽ വിശുദ്ധ പ്രമാണം കൊടുത്ത ആ സെലിബ്രേഷൻ ഇവർ ദൈവസന്നിധിയിൽ ചെയ്യേണ്ടതിന് പകരം ഇവര് ഡ്രഗ്സും മ്യൂസിക്കും ഇങ്ങനെയൊക്കെയുള്ള ദൈവപ്രമാണത്തിന് വെളിയിലുള്ള പാർട്ടിക്ക് പോയി. അന്നാണ് ഈ ശത്രു ഹമാസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓർഗനൈസേഷൻ ഇവരുടെ വേലി പൊളിച്ച് കയറി വരാൻ അനുവദിച്ചത്. ഇത് ദൈവത്തിന് അറിയത്തില്ലായിരുന്നു. ദൈവത്തിന് അറിയാം. ദൈവത്തിന്റെ കണ്ണിനെ മറന്ന് ആർക്കും ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇസ്രയേൽ ആണെങ്കിലും പാപം ചെയ്താൽ അവർക്ക് ശിക്ഷയുണ്ട്. ഇസ്രയേൽ ആണെങ്കിലും. അടുത്തൊരു കാര്യം, ഇവർക്ക് മടങ്ങിവരവിന് വേണ്ടി ദൈവം ഇവർക്ക് ഒരു അവസരം കൂടെ കൊടുത്ത. കാരണം വേദനയിൽ കൂടെയും ഇതിനകത്തൂടെ പോകുമ്പോഴും ഇവരെ കരുതുന്ന ദൈവത്തിന്റെ ആ കരം ഇവരൊന്ന് അറിയാൻ, ഇവർ മടങ്ങിവരവിന് വേണ്ടി കൂടെ ദൈവം ഒരു അവസരം കൊടുത്ത. അപ്പം ഇസ്രയേലിന് എന്തുകൊണ്ടാണ് ഈ പേഴ്സിക്യൂഷൻ ഇന്നും അനുഭവിച്ചതും ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും? അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുക. അതിന്റെ മേജർ കാരണം ഇവർ ദൈവജനത്തെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനെതിരെയുള്ള ഉപദ്രവം. പക്ഷേ നമുക്ക് പുതിയ നിയമത്തിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പറ്റും. ഒരിക്കൽ ശൗല് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം മേടിച്ചുകൊണ്ട് ദമസ്കോസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, നമ്മൾ സിറിയയിലോട്ട് അടുത്ത് വരിക, സിറിയയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് വല്ല വിധേനയും യേശുവിന്റെ ഈ മാർഗക്കാരായിട്ടുള്ള ആരെയെങ്കിലും ഉണ്ടെങ്കിൽ ഉപദ്രവിക്കാനും അവരെ തടവിലാക്കാനും ഇവൻ കൊന്നുകളയാൻ വേണ്ടി പോലും, ആർക്കെങ്കിലും കൊന്നുകളയണമെങ്കിൽ പുള്ളി സപ്പോർട്ടും ചെയ്യും. അവരുടെ വസ്ത്രം വേണേ പുള്ളി സൂക്ഷിച്ചോളും. സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ വസ്ത്രം സൂക്ഷിച്ചതാ അല്ലേ? അതിനെല്ലാം കൂട്ടുനിന്ന ഈ ശൗലിന്റെ മുമ്പിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അവർ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചത്. പക്ഷെ യേശു വെളിപ്പെട്ടിട്ട് ചോദിക്കുന്ന ചോദ്യം ഇത് ഇപ്രകാരമാണ്, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന്? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ, അല്ലേ? അവരാരും യേശുവിനെ ഡയറക്ട്ലി ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ഈ ക്രിസ്ത്യൻസിനെ പീഡിപ്പിക്കുന്തോറും ഉപദ്രവം അനുഭവിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്, അല്ലേ? അപ്പൊ ഇസ്രയേൽ ഇന്ന് യഹൂദന്മാര് ക്രിസ്ത്യാനികളോടുള്ള വൈരാഗ്യം അത് പ്രകടമായി നാളുകൾ പോയി. ഈ 2023 22 അവരുടെ സെനറ്റോ അവരുടെ പാർലമെന്റ് കൂടിയിട്ട് അവർ തീരുമാനമെടുക്കേണ്ടി വന്നു, ക്രിസ്ത്യൻസിനെ ഉപദ്രവിക്കില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനമെടുക്കേണ്ടി വന്നു. അതുപോലെ അവിടെ വരെ കാര്യങ്ങൾ എത്തി. അപ്പൊ ഇതെല്ലാം ദൈവം അനുവദിച്ചുകൊണ്ടാണ് ഒക്ടോബർ 7 2023 ആ ഒരു സംഭവം ഇസ്രയേലിന് നേരെ വരാനുള്ളതിന്റെ കാരണം. രണ്ടാമത്തെ കാരണം, ദൈവപ്രമാണം ഇവർ ഡയറക്റ്റ് തെറ്റിക്കായിരുന്നു. പക്ഷെ ഒരിക്കലും നമുക്ക് ഇന്നത്തെ പിള്ളേരുടെയും ലോകത്തിന്റെ ഒരു പറച്ചില, ഇറ്റ്സ് ഓക്കെ, കൂൾ, ഇറ്റ്സ് ഓക്കെ, നമ്മൾ എല്ലാത്തിനോടും അനുരൂപപ്പെട്ടു പോകണമെന്ന്. പക്ഷെ ദൈവവചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് പാപത്തോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കാറുണ്ട് 613 കൽപ്പനകളാണ് ദൈവം ഇസ്രയേലിന് കൊടുത്തത്, അല്ലെ? ബൈബിളിലുള്ളത് 613 കൽപ്പനകളാണ്. ഈ 613 കൽപ്പനകളെ 4 തിരിച്ചിട്ടുണ്ട്. സെറിമോണിയൽ, റിലീജിയസ് ലോ, മോറൽ ലോ, സിവിൽ ലോ, അല്ലെങ്കിൽ സോഷ്യൽ ലോ, ക്രൈം ലോ, ഇങ്ങനെയൊക്കെ 4 തിരിച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ളതിൽ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള നിയമം, ലോ, ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റത്തില്ല.
അതാ ദൈവത്തിന്റെ പ്രമാണം, ദൈവവചനം പഠിക്കുമ്പോൾ. പക്ഷേ സിവിൽ ലോ ഉണ്ട്. സിവിൽ ലോ മനുഷ്യന് മാറ്റം വരുത്താം. ദൈവം കൊടുത്ത പ്രമാണമുണ്ട്. അതത് കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലുള്ള നിയമങ്ങൾക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ദൈവത്തിനോടുള്ള നിയമങ്ങളുടെ അകത്ത് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റത്തില്ല. മാറ്റം വരുത്താം. അങ്ങനെ ദൈവത്തിന്റെ ഈ നിയമങ്ങളുടെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ, പ്രമാണങ്ങൾ, ലോ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനെ. പക്ഷെ ഇസ്രായേൽ മക്കൾ എന്തോ ഇതെന്നറിയാമോ? നമ്മളിന്ന് ലിബറൽ അല്ലേ? നമ്മളിന്ന് മ്യൂസിക്കും ഡ്രഗ്സിനും ഒക്കെ പോയാലും ലോകം അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ നമ്മളും പോകാം എന്നുള്ള രീതിയിൽ പോയി. പക്ഷെ ഇസ്രയേലിന്റെ സമാധാനം തിരിച്ചു കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. ഇസ്രയേലിന്റെ സമാധാനം, ഇവർക്ക് ഒരടി മാറുമ്പോൾ അടുത്തത് പ്രശ്നം, അടുത്ത സൈഡിൽ നിന്ന് പ്രശ്നം. ഇവരെന്നും ഒരു ട്രബിളിൽ കിടക്കുക. അപ്പൊ ഇസ്രയേലിന് എന്തുകൊണ്ടാണ് 2023 ഒക്ടോബർ 7 ഇവരുടെ നേരെ ഈ പ്രശ്നം വരാനുള്ളതിന്റെ കാരണം? ദൈവം പാപം കണ്ടാൽ ശിക്ഷിക്കാതെ വിടത്തില്ല പാസ്റ്ററെ. ഇസ്രായേൽ ജനത്തിന് അവസരം കൊടുത്തു കാണും അല്ലേ? ഇസ്രായേൽ ജനത്തിന് മടങ്ങി വരവിന് ദൈവം കാത്തിരുന്ന് കാണും. പക്ഷെ എന്നിട്ട് ഇവർ മടങ്ങി വരാതിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രമാണം ഡയറക്ട്ലി തെറ്റിക്കുകയും ദൈവജനത്തെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് യേശു കർത്താവിന്റെ ചോദ്യം ഒരിക്കൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ശൗലിനോട് ചോദിച്ചതുപോലെ, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ, നീ ഉപദ്രവിക്കുന്ന യേശു. ഒരിക്കലും അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ ശൗല് യേശുവിനെ ഡയറക്റ്റ്ലി ഉപദ്രവിച്ചിട്ടില്ല. ദൈവജനത്തിനെ ഉപദ്രവിച്ചത് യേശുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഇതാണ് ഇസ്രയേലിന്റെ കാരണമെന്നുള്ളത് ഞാൻ എൻ്റെ പഠനത്തിൽ കൂടെയും പരിശുദ്ധാത്മാവിൽ എനിക്ക് ഗ്രഹിക്കാൻ പറ്റിയതും. ഇന്ന് നോക്കിക്കേ, ഇന്ന് നേരെ ഇതുപോലുള്ളൊരു പീഡനം സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുക. എന്തുമാത്രം ക്രിസ്ത്യൻസിനെ പള്ളികൾ കത്തിക്കുന്നു, കൊലപാതകങ്ങൾ, എത്രയധികം വംശഹത്യകൾ നടന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം നമുക്ക് ഒരു സൈഡിൽ ദൈവോചനത്തിനകത്തൂടെ നമുക്കിത് പഠിക്കാമെങ്കിൽ കാണാം. അന്ത്യകാലത്ത് പീഡനങ്ങൾ വരും, അന്ത്യകാലത്ത് വിശ്വാസം ത്യജിക്കുന്ന അതുപോലത്തെ സാഹചര്യങ്ങൾ വരും. പക്ഷേ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. പക്ഷേ ഈ പീഡനങ്ങൾ ഇത് നടക്കുമ്പോൾ ഏതിൻ്റെ രീതികളിലാകട്ടെ, ഒരിക്കലും നമ്മുടെ ഒരു വ്യൂവിൽ നമ്മൾ ക്രിസ്തീയ സമൂഹത്തെ ഉപദ്രവിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ഒരു മനുഷ്യനെ മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ ഒരു മനുഷ്യനും, അതേത് മതത്തിലുള്ളതാകട്ടെ. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായ വിഷയമായിരുന്നു. എനിക്ക് ഇന്ന് ആ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. വയനാട്ടിൽ ഒരു നിർധനയായ ഒരു വ്യക്തി, ഒരു ട്രൈബൽ, ഒരു ആദിവാസി ഒരുത്തൻ അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ അവനെ തല്ലിക്കൊന്നു പാസ്റ്റേ. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് ഭയങ്കര വേദനയായി. കാരണം ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലാൻ ഒരു മനുഷ്യനും അവകാശമില്ല. ജീവനെ കൊടുത്തവന് മാത്രമേ ജീവനെ എടുക്കാൻ അധികാരമുള്ളൂ. പക്ഷേ ഇതിന്റെ സെയിം ടൈം ക്വസ്റ്റ്യൻ വരാം, പിന്നെ ഈ യുദ്ധം നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയല്ലേ? പൊളിറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വാറിനകത്തെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മതത്തിന്റെ പേരിലോ മറ്റൊരു രീതിയിലോ മറ്റൊരു മനുഷ്യനെ കൊല്ലുവാൻ ബൈബിളിന്റെ പ്രമാണത്തിൽ റൈറ്റില്ല. പക്ഷേ ഇന്ന് ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുമ്പോൾ, ഈ വംശഹത്യ നടക്കുമ്പോൾ, എന്തിൻ്റെ പേരിലാകട്ടെ, അസാദിനോട് കൂറുള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് കൊല്ലുക എന്നുള്ള നല്ല ഓമനപ്പേര് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു ജാതിയെ കൊല്ലുക എന്ന് പറഞ്ഞൊരു ഓമനപ്പേര് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുള്ള രാജ്യങ്ങളുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ ആ രാജ്യങ്ങൾ മൊത്തം തകർന്നിട്ടുണ്ട്. അത് ദൈവമക്കളെ എന്നല്ല, മനുഷ്യന്റെ രക്തം ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ശപിക്കപ്പെടും, ആ ദേശം ശപിക്കപ്പെടും, ആ ദേശത്ത് മഴ നിൽക്കും, ആ ദേശത്ത് ഉള്ള ജനം കഷ്ടതയിലാകും, ഭയങ്കര വ്യാധിയിലാകും. എവിടെ രക്തം വീണ്, അതാ ബൈബിളിന്റെ പ്രമാണം. കാരണം ആ പ്രമാണം ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. നമ്മളിന്ന് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഫിജി ഐലൻഡിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിക്കോ. ഫിജി ഐലൻഡ് മുഴുവനും തകർന്നു പോയ രാജ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആ രാജ്യത്തിനകത്ത് ഉള്ളവർ തമ്മിൽ അടിയായിരുന്നു. പക്ഷെ ഞാനീ പറയുന്നത് BC നടന്ന കാര്യമല്ല. ഞാനീ പറയുന്നത് ഈ 1900-നും 2000-നും ഇടയ്ക്ക് നടന്ന കാര്യമാണ് പറഞ്ഞേ. ഇന്നേക്കാട്ടിൽ 25 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഭയങ്കര വയലൻസ്. അവിടെ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇലക്ഷനിൽ ജയിച്ചു, വയലൻസ് പൊട്ടിപ്പുറപ്പെട്ടു, തകർന്നു. നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് അതിന്റെ ക്ലാസ്സുകൾ കാണാം. തകർന്നു. പിന്നീട് ഇവർക്ക് മനസ്സിലാകുന്നത് ആ ദേശത്തെ ജനം വയലൻസിലേക്ക് പോകാൻ
ഉള്ളതിൻ്റെ പ്രധാന റൂട്ട് കാരണം ആ ദേശത്ത് കിടന്ന് വ്യാപരിച്ചു കൊണ്ടിരുന്ന രക്തമായിരുന്നു. കാരണം പണ്ട് ഒരു കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ നരഭോജികളായിരുന്നു. 2 ട്രൈബൽസ് തമ്മിൽ യുദ്ധം ചെയ്യും. ആ യുദ്ധം ചെയ്തിട്ട് ജയിക്കുന്ന ആൾക്കാര്, അവരെ കൊന്ന ആൾക്കാരുടെ മാംസം, പ്രത്യേകിച്ച് നേതാവിന്റെ മാംസം കൊണ്ടുവന്ന് ജയിച്ച ഗ്രാമത്തിൽ കൊണ്ടുവന്ന് ആ ഗ്രാമം മൊത്തം അദ്ദേഹത്തിന്റെ മാംസം ഫുഡായിട്ട് വെച്ച് കഴിക്കുമായിരുന്നു. മനുഷ്യന്റെ മാംസം കഴിക്കുമായിരുന്നു. ഇത് നടന്ന് ദേശം ശപിക്കും. കൃഷിയില്ലാതായി, ഭൂമി മരുഭൂമിയായി, നദി, ഞാൻ ആ നദിയുടെ പേരുകളൊക്കെ ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ വിഷയങ്ങൾ പറയാറുള്ളത് കൊണ്ട്, എൻ്റെ ആ വീഡിയോ ഉള്ളത് കൊണ്ടും. നദിയുടെ പേര് ബെൻസിയ എന്നായിരുന്നു. പക്ഷെ നദിയിൽ ഒരു മീൻ പോലും ഇല്ലായിരുന്നു, പുല്ല് കിളിക്കത്തില്ലായിരുന്നു. മനുഷ്യന്റെ രക്തം വീണാൽ, ഇത് ബൈബിളിലും കിടപ്പുണ്ട്. ഇത് ബൈബിളിലും എനിക്ക് തോന്നുന്നു 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. 2 ശമൂവേലിലാണോ കിടപ്പുണ്ട്. ഒരിക്കൽ ദാവീദിന്റെ കാലത്ത് തുടരെ 3 സംവത്സരം ക്ഷാമമുണ്ടായി. 3 സംവത്സരം ക്ഷാമമുണ്ടായപ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കാൻ പോയി. 2 ശമൂവേൽ 21 കിടപ്പുണ്ട്. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബയോന്യരെ കൊല്ലുക കൊണ്ടും അത് അവൻ നിമിത്തവും രക്തപാതവുമുള്ള ഗൃഹം നിമിത്തവും യഹോവ അരുളി ചെയ്തു. പക്ഷെ ശൗൽ എന്ത് ചെയ്യും? ശൗല് മരിച്ചു. ശൗല് ഗിൽബോവ പർവ്വതത്തിൽ ശൗലും യോനാഥാനും മരിച്ചു. പക്ഷെ ദാവീദ് ഇപ്പം ഭരിക്കുന്നേ. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു കൊടുത്തു, നിന്റെ നിമിത്തമല്ല, ഇത് നിന്റെ മുമ്പേ ഇരുന്ന ശൗലെന്ന് പറഞ്ഞ രാജാവ് കവനന്റ് ഉണ്ടായിരുന്ന ഗിബയോന്യർ യഹൂദന്മാരല്ല. ഗിബയോന്യർ യോശുവയുടെ കാലത്ത് അവര് കള്ളത്തരത്തിൽ, എന്ന് വെച്ചാൽ തേഞ്ഞ ചെരുപ്പും പൂത്ത അപ്പവും കീറിയ ചാക്കും ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഞങ്ങളങ്ങ് ദൂരേന്ന് വരുന്നവരാ, നിങ്ങളെ കാണാൻ വന്നതാ. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അവരോട് കവനന്റ് ചെയ്ത് അവർ കൊണ്ടുവന്നത് മൊത്തം കഴിച്ചു. പിന്നെ മനസ്സിലാകുന്നത് ഇവർ തൊട്ടടുക്കലുള്ളവരായിരുന്നെന്ന്. ഈ കവനന്റ് ഉള്ള ജനത്തെ ഗിബയോന്യർ, യഹൂദന്മാരല്ല, അവരെ ശൗല് കൊന്നുകളഞ്ഞു. അവരുടെ രക്തം ഭൂമിയിൽ വീണപ്പോൾ ഇസ്രയേൽ ശപിക്കപ്പെട്ടെങ്കിൽ. പക്ഷെ ഈ വിഷയം ഇന്ന് മറ്റുള്ള മനുഷ്യന്റെ രക്തം അകാരുണമായും ഒരു കാരണവും ഇല്ലാതെയും, കാരണം ഉണ്ടെങ്കിൽ പോലും മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ അനുവാദമില്ല. രക്തദാഹിയായ പിശാച് രക്തത്തിന് വേണ്ടി അവൻ എഴുതിയ പ്രമാണം വെച്ചുകൊണ്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഇത് ശപിക്കപ്പെടുന്നത് ഭൂമിയാണ്. കാരണം സുപ്രീം അതോറിറ്റി ദൈവമാണ്. പക്ഷേ ഇന്ന് ആയിരക്കണക്കിന് വംശഹത്യ നടക്കുക. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലുവാൻ ബൈബിളിൽ പ്രമാണമില്ല. അവൻ ഏത് ജാതിയാകട്ടെ, ഏത് മതത്തിലുള്ളവനാകട്ടെ, അവരോട് നമുക്ക് സംസാരിക്കാം. നമുക്ക് വ്യൂ വേറെ കാണും, നമുക്ക് ഡിഫറെൻ്റ് ആശയങ്ങൾ കാണാം, നമുക്ക് ആശയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അല്ലാതെ ഒരു രീതിയിലും ആ വ്യക്തിയെ ഉപദ്രവിക്കാനോ, ഏത് മതത്തിലുള്ളവരാകട്ടെ, അവരെ ഇവൻ നമുക്കാന്നേ പോലും മറ്റൊരാളെ ഉപദ്രവിച്ചോ അദ്ദേഹത്തിന് പൂർണ്ണ സമ്മതമല്ലാതെ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ കയറി കൈകടത്താനോ ഒരിക്കലും ദൈവത്തിന് പോലും പറ്റത്തില്ല. പണ്ടൊരിക്കലും ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ പറയുന്ന ദൈവം സർവശക്തനാണെങ്കിൽ ഒരാളെ കൊല്ലാൻ ദൈവത്തിന് കഴിയത്തില്ലയോ? ഈ പറയുന്ന ദൈവം സർവശക്തനായ ദൈവമാണെങ്കിൽ ഒരാളെ കൊല്ലാൻ ദൈവത്തിന് കഴിയത്തില്ലയോ? പറ്റും. ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല. പക്ഷേ മനുഷ്യനെ വഞ്ചിച്ച് സമൂഹത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും നമ്മൾ കൊല്ലുന്നത് എന്തോ സംഭവിക്കുന്നേ? ഭൂമി ശപിക്കപ്പെടുക. ആ ഭൂമിയിലേക്ക് പൈശാചിക ശക്തികളുടെ വരവുകൾ കൂടും. ഇവിടെ ഇസ്രയേലിനെ ശിക്ഷിച്ചെന്ന് വരെ ദാവീദിന്റെ കാലത്ത്, ഹൃദയപ്രകാരമുള്ള ദാവീദിന്റെ കാലത്ത് ഇസ്രയേലിനെ ശിക്ഷിച്ചു. ഇതെങ്ങനെ അടുക്ക ചൊല്ലുമ്പോൾ ദൈവം അതിനുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇന്നത്തെ നടക്കുന്ന ഒരു പ്രശ്നം, ഇത് സിറിയയിൽ ഭയങ്കരമായിട്ട് ഒരു വയലൻ്റായിട്ട് ഇത് കാര്യങ്ങളായിട്ട് നടക്കുക. നമുക്കിത് പറയാം, അന്ത്യകാലത്ത് പീഡനങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകുമെങ്കിൽ എന്ന് പറയുമ്പോൾ പോലും ഇത് ചെയ്യുന്നത് വളരെ അപലപനീയമാണ്. അതേത് മതത്തിലുള്ളവരാകട്ടെ,
ആരെയും ആകട്ടെ, ഒരു മനുഷ്യന്റെ രക്തം ഭൂമിയിൽ വീഴരുത്. അതാണ് ദൈവവചനത്തിന്റെ പ്രമാണം. അസാദിനോട് കൂടെ നിൽക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ മറ്റൊരാളോട് കൂടെ നിൽക്കുന്നവരാകട്ടെ, മറ്റൊരു ജാതിയിലുള്ളവരാകട്ടെ, ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഒരു വ്യൂ അങ്ങനെ, ഇസ്രയേലിനെ ദൈവം അടിച്ചെങ്കിൽ, ഇസ്രയേലിനെ ദൈവം ശിക്ഷിച്ചെങ്കിൽ, സകല ഭൂമിക്കും മഹാരാജാവാ ദൈവം. സകല ഭൂമിക്കും മഹാരാജാവ്. ദൈവം മിണ്ടാതെ ഇരിക്കത്തില്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയാ മനുഷ്യൻ. ദൈവത്തിന്റെ സൃഷ്ടിയാ. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവനെ തൊടുമ്പോൾ, ദൈവമക്കളെ തൊടുമ്പോൾ ദൈവത്തിന് സ്പെഷ്യൽ കൺസേൺ ഉള്ളതുപോലെ തന്നെയാണ് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ തകരുമ്പോൾ ദൈവം മിണ്ടാതിരിക്കത്തില്ല. ദൈവം എവിടുന്നെങ്കിലും കോരശിനെ പോലെയുള്ള അല്ലെങ്കിൽ ദാര്യാവേഷിനെ പോലെയുള്ള ഭരണാധികാരികളെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവം ഇതിനൊരു തടയിടും എന്നാണ് എൻ്റെ ഒരു വ്യൂ. ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. പക്ഷെ സപ്പോർട്ട് കൊടുക്കുമ്പോഴും ഇന്ന് നമ്മൾ മറ്റൊരു വശം കൂടെ തിരിഞ്ഞ് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് പാസ്റ്ററെ. സപ്പോർട്ട് കൊടുക്കുമ്പോഴും ഇത് ഒരു മുതലാക്കി എടുത്ത് പിന്നീട് അതൊരു ചൂഷണമാക്കി മാറ്റിയ രാജ്യങ്ങളുടെ കഥ നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് കിടക്കുക, പകൽ വെളിച്ചം പോലെ കിടക്കുക. കാരണം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഇന്ന് കഠിനമായ മുറിവേറ്റും അവർ അനുഭവിച്ചും കൊണ്ടും തകർന്നുകൊണ്ടിരിക്കുക. അങ്ങനല്ല, യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മാനസാന്തരം ഹൃദയത്തിലേക്ക് വരാനും ഈ പീഡനങ്ങൾ മാറാനും പ്രാർത്ഥിക്കുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വ്യൂ. ദൈവത്തിൻ്റെ പ്രമാണം പഠിക്കുമ്പോൾ ഇസ്രയേലിനെ ശിക്ഷിച്ചെങ്കിൽ ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ പാസ്റ്ററെ. നമുക്കിതിനകത്ത് ഒരിക്കലും വെള്ളം ചേർക്കാൻ പറ്റത്തില്ല. അങ്ങനെയും അല്ല ഇങ്ങനെയും അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് പാസ്റ്റർ പറഞ്ഞാട്ടെ, എൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാ പാസ്റ്ററെ. പാസ്റ്ററെ, ഇപ്പം സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയുടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ വളരെ കുറവായി. ഇപ്പോൾ വളരെ ഒരു ചെറിയ മൈനോറിറ്റി. കാരണം 2011 സിവിൽ വാറിൻ്റെ ഒക്കെ സമയത്ത് ഒത്തിരി പേര് ഓടിപ്പോയി, ഒത്തിരി പേര് കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. 2011 തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ആ സമയത്ത് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. നല്ലൊരു പങ്ക് ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോകുവാനിടയെത്തുന്നത്. ഒരു ചെറിയ മൈനോറിറ്റി മാത്രമേ ഇന്ന് സിറിയയിലുള്ളൂ. അവരാണ് ഇന്ന് ഭയത്തിൻ്റെ നിഴലിൻ്റെ കീഴിൽ കഴിയുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാഠഭേദവും ചെയ്തിരുന്നു. നമ്മുടെ ലോകത്തിൽ നിന്നുണ്ടാകുന്ന ക്രിസ്ത്യൻ പ്രോസിക്യൂഷൻ്റെ അളവ് കണ്ടമാനം വർദ്ധിച്ചിരിക്കുക. പ്രത്യേകിച്ചും വേൾഡ് വാച്ച് ലിസ്റ്റ് 2025 പുതിയ ലിസ്റ്റ് വന്നു. പുതിയ 2025 ലിസ്റ്റ്. ഞാൻ ആ ലിസ്റ്റ് ചെക്ക് ചെയ്യുവാനിടയെ തീർന്നു. പ്രോസിക്യൂഷൻ്റെ ഒരു റാങ്കിങ് ആണ്, ലോകത്തിൽ നടക്കുന്ന പ്രോസിക്യൂഷൻ്റെ ഒരു റാങ്കിങ് ആണ് ഓപ്പൺ ഡോർസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നൊരു റാങ്കിങ്. ഇതിനകത്ത് നമ്മൾ ഈ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് പണ്ട് പ്രോസിക്യൂഷനിൽ ഒത്തിരി മുൻപോട്ട് നിന്ന രാജ്യങ്ങൾ ഇന്ന് ശാന്തമായപ്പോൾ, പണ്ട് സമാധാനമുണ്ടായിരുന്ന രാജ്യങ്ങൾ ഇന്ന് പ്രോസിക്യൂഷനിൽ ഒത്തിരി മുമ്പിലായി. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയാണ്. 2013 ലിസ്റ്റ് അനുസരിച്ച് ഇന്ത്യയുടെ പ്രോസിക്യൂഷൻ റാങ്കിങ് 31 31 2013, അതായത് ഇന്നേക്ക് ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ 2013 ശേഷം ഈ കഴിഞ്ഞ 12 വർഷം കൊണ്ട് ഇന്ത്യയുടെ റാങ്ക് 11 പാസ്റ്ററെ. 31 നീങ്ങി മേളിപ്പോയിരുന്നു ഇന്ത്യ. പ്രോസിക്യൂഷൻ നടത്തുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇന്ത്യക്കൊരു വലിയ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നറിയാമോ? ചൈന താഴോട്ട് പോയി. ചൈന ഇന്ന് 15ാമത്തെ നമ്പറാണ്. നമ്മൾ ഇന്നും ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചൈനീസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ചൈനയിലെ പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി. പക്ഷേ നമുക്കറിയാമോ, നമ്മൾ ഇരിക്കുന്ന രാജ്യം ഇന്ന് ചൈനയെക്കാട്ടിലും പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് ലോകരാജ്യങ്ങൾ റാങ്കിങ്ങിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ല പാസ്റ്ററെ. ചൈന 15ാം സ്ഥാനമാണെങ്കിൽ ഇന്ത്യ 11ാമത്തെ സ്ഥാനം. ഇന്ത്യ 11ാമത്തെ സ്ഥാനം. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്ന കാര്യത്തിൽ ഇന്ത്യ 11ാമത്തെ സ്ഥാനം. നൈജീരിയയെ പോലുള്ള രാജ്യങ്ങളുണ്ട് ആ ലിസ്റ്റിലുണ്ട്, സൊമാലിയയുണ്ട്. എന്നാൽ സിറിയ 18ാമത്തെ സ്ഥാനമാണ് ഈ ലിസ്റ്റിൽ പറയുന്നത്. പക്ഷേ ഈ ലിസ്റ്റിൽ സിറിയയുടെ സ്ഥാനം മുന്നോട്ട് വരും. കാരണം അടുത്ത ലിസ്റ്റ് വരുമ്പോഴത്തേക്കും, കാരണം ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതിന് അനുസരിച്ചുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ലോകരാജ്യങ്ങളിൽ മുഴുവൻ ശക്തമായിട്ട് പ്രോസിക്യൂഷൻ നടക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ മുഴുവൻ ശക്തമായിട്ട് പ്രോസിക്യൂഷൻ നടക്കുന്നു.
ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, നൈജീരിയയിലൊക്കെ കൂട്ടക്കുരുതി നടക്കുന്നു. അങ്ങനെ പല രാജ്യങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രോസിക്യൂഷൻ ഈ ദിവസങ്ങളിൽ നടക്കുന്നു. ഇന്ത്യയിലും കൂടി. എന്താ ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു അന്ത്യകാലമാണ്. ഇത് നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഈ വേദപുസ്തകത്തിൽ 1-ാം നൂറ്റാണ്ട് മുതൽ സഭ പീഡിപ്പിക്കപ്പെട്ടു. അപ്പം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ, ട്രിബുലേഷൻ അല്ലേ, ട്രിബുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ, ട്രിബുലേഷൻ ഈസ് ദ പാർട്ട് ഓഫ് അവർ ഫെയ്ത്ത്. ട്രിബുലേഷൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ ട്രിബുലേഷൻ ഉണ്ട്, അത് വേറെ. ട്രിബുലേഷനും ഗ്രേറ്റ് ട്രിബുലേഷനും ഉണ്ട്. ഉപദ്രവവും മഹാ ഉപദ്രവവും ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ മഹാ ഉപദ്രവം അത് ആന്റി ക്രൈസ്റ്റ് ഭൂമി ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവമാണ്. പക്ഷേ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ ശരീരമാകുന്ന സഭ 1-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് ഇന്ന് വരെ ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുക. ചില നൂറ്റാണ്ടുകളിൽ അതിന് കുറവുണ്ടായി, പിന്നെയും തിരിച്ചു വന്നു. അപ്പം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഗ്രേറ്റ് ട്രിബുലേഷനൊക്കെ ഒരു ടൈം പീരീഡ് ഉണ്ട്. 1260 ദിവസം അല്ലേ? 3.5 വർഷം ഒരു ടൈം പീരീഡ് ഉണ്ട്. പക്ഷെ ഇത് ടൈം പീരീഡ് ഇല്ലാതെ കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് സഭ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് തന്നെ തെളിവാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ട്രിബുലേഷൻ അല്ല ഇപ്പോഴത്തെ ട്രിബുലേഷൻ എന്നുള്ളത്. ഇപ്പോഴത്തെ ട്രിബുലേഷൻ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആദ്യ നൂറ്റാണ്ട് മുതൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന, സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. രക്തസാക്ഷികളാകുമ്പോൾ അവർ വിറ്റ്നസ് ചെയ്യുകയാണ്, യേശുവിനെ ഞങ്ങൾ വിടുകയില്ല എന്ന് വിറ്റ്നസ് ചെയ്യുകയാണ്. സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും വരെയും ഈ ഉപദ്രവങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. യഹൂദന്മാരായിരുന്ന ആദ്യം സഭയെ പീഡിപ്പിച്ചത്, യഹൂദന്മാർ ലോകത്തിൻ്റെ 4 കോണിലേക്ക് ചിതറിപ്പോയി. പിന്നെ പീഡിപ്പിക്കാൻ വന്നത് റോമാക്കാരായിരുന്നു. റോം എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ന് ഭൂമിയുടെ മുഖത്ത് ആ രൂപത്തിലില്ല. റോമും ചിന്നിച്ചിതറിപ്പോയി. പിന്നെ പീഡിപ്പിക്കാൻ വന്നവരിൽ പ്രമുഖരായിരുന്നു തുർക്കികൾ, ഓട്ടോമൻ എംപയർ, അടിമവംശം. അവരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. പിന്നെ ക്രൈസ്തവ സഭയെ പീഡിപ്പിച്ചവർ എത്രയോ പേര്. പാസ്റ്റർ പറഞ്ഞില്ലേ രക്തം വീണ മണ്ണുകളെക്കുറിച്ച്. കംബോഡിയ, നമുക്ക് അത്ഭുതം തോന്നും. കംബോഡിയൻ ജനസംഖ്യയുടെ 25% മസാക്കർ ചെയ്തെന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്തെ 4-ൽ ഒരാളെ വെച്ച് കൊന്നെന്ന് പറഞ്ഞാൽ എന്തൊരു കൊലപാതക പാസ്റ്റർ അത്. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയുടെ 4-ൽ 1 കൊന്നു. പോൾപോട്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി. ഈ ആളുകളെ കൂട്ടക്കൊല്ല ചെയ്യുവാൻ, വംശഹത്യക്ക് കാരണമായി തീർന്നത് ഏതെങ്കിലും ഒരു ഫിലോസഫി അല്ല. ഫിലോസഫിയുടെ നിറവും കളറും ആശയങ്ങളും മാറിയതേ ഉള്ളൂ. പക്ഷെ മനുഷ്യന്റെ രക്തം വീണ് മണ്ണ് കുതിരുകയായിരുന്നു. ആദ്യം അത് യഹൂദനാണെങ്കിൽ, പിന്നെ റോമാക്കാരാണെങ്കിൽ, പിന്നെ കമ്മ്യൂണിസം ആണെങ്കിൽ, പോൾപോട്ടാണെങ്കിൽ, പിന്നെ റഷ്യയിലെ നേതാക്കന്മാരാണെങ്കിൽ, ഹിറ്റ്ലർ ആണെങ്കിൽ, എല്ലാ രക്തത്തിൻ്റെ നിറം ചുവപ്പാണ്. വേദപുസ്തകത്തിൽ ആദ്യം വീണ രക്തം ഹാബേലിൻ്റെ രക്തമാണെങ്കിൽ ആ രക്തം ഭൂമിയിൽ മണ്ണിൽ കിടന്ന് നിലവിളിച്ചെന്ന്. ചൊരിയപ്പെടുന്ന ഓരോ രക്തവും അത് സൃഷ്ടിതാവിനോട് സങ്കടം ബോധിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കൾ നിലവിളിക്കുന്ന ഒരു നിലവിളിയുണ്ട് പാസ്റ്ററെ, അവരുടെ രക്തത്തിന് വേണ്ടിയുള്ള നിലവിളി. അവരോട് സ്വർഗത്തിൽ നിന്നൊരു മറുപടിയുണ്ട്, അല്പം കൂടെ കാത്തിരിക്കുക. ശരിക്കും ഈ ഭൂമിയുടെ മുഖത്ത് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ രക്തങ്ങൾക്കും ദൈവം ശിക്ഷ കൊടുക്കുന്നൊരു കാലമുണ്ട്. ഇന്ന് കൃപായുഗമായതുകൊണ്ട് ആ ശിക്ഷ തുടങ്ങിയിട്ടില്ല. വൺസ് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ മേൽ ദൈവം തന്റെ ക്രോധ കലശം ഒഴിക്കുന്ന, ലോകരാജ്യങ്ങളുടെ മേൽ, ഈ ലോകം ഭരിക്കുന്ന ഭരണകൂടങ്ങളുടെ മേൽ ദൈവം തന്റെ ക്രോധ കലശം ഒഴിക്കുന്ന. എന്തിനു വേണ്ടി? ആയിരക്കണക്കിന് കോടിക്കണക്കിന് മണ്ണിൽ വീണ രക്തത്തിന്റെ നിലവിളി, പ്രതികാരത്തിനായിട്ടുള്ള നിലവിളി ബാക്കി കിടക്കുക. ദൈവം അല്പം കൂടെ ക്ഷമ കാണിച്ച് കൃപയുടെ യുഗം അവസാനിപ്പിക്കാതെ നമുക്ക് അവസരം തരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ കുറിച്ച് പാസ്റ്റർ പറഞ്ഞു, റോമാലേഖനത്തിൽ പറഞ്ഞത് ഇസ്രായേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു, ദൈവം അവർക്ക് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തിരിക്കുന്നു എന്നൊക്കെയാണ് റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. കണ്ടിട്ടും അവർ ഗ്രഹിക്കുന്നില്ല, അവരുടെ കണ്ണുകൾ അടഞ്ഞുപോയി, കാഠിന്യം ഭവിച്ചു, സത്യം അറിയുവാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ
ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് ഭാഗികമായിട്ട് മാത്രമാണ് ദൈവത്തിൻ്റെ പ്രോമിസസ് അവരിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ പ്രോമിസസിന്റെ ഫുൾഫിൽമെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കപ്പെടും. മുഴുവൻ ലോകത്തെ ഭരിക്കുന്ന ദൈവത്തിന്റെ പ്രോമിസ്ഡ് ലാൻഡ് ഉണ്ടാകും അവർക്ക്. പക്ഷെ ഇന്നുവരെ നടക്കുന്നില്ല. നടക്കാത്തതിന്റെ കാരണം ഇപ്പോഴും ഇസ്രായേൽ അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുക. റോമാലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവം അവരുമായിട്ടുള്ള നിയമം ഉടമ്പടി റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് മരിച്ചവരുടെ പുനരുദ്ധാനത്തിന് കാരണമായി തീരുമെന്ന്. ഞാൻ ആ വചനം ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. റോമാലേഖനം ഐ തിങ്ക് 11-ാം അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടികൾ ദൈവം പുതുക്കും. ഇപ്പോൾ ഉടമ്പടികളിൽ ഭ്രംശം സംഭവിച്ചിരിക്കുക, ബ്രേക്ക് ആയിരിക്കുക. എന്നാൽ ആ ഉടമ്പടി പുതുക്കപ്പെടുമ്പോൾ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളാണ് റോമർ 11:25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം അനുഭവിച്ചിരിക്കുന്നു. ഇസ്രായേലിന് അംശമായ കാഠിന്യമാണ്. എന്നാൽ ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. എങ്ങനെ? ഇസ്രായേലിനെ മുഴുവനായി രക്ഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. അതെപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷമാണ്. അതിൻ്റെ മുകളിലുള്ള ചില വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. 8-ാമത്തെ വാക്യം, ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം അവർക്ക് അംശമായ കാഠിന്യം അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. 15-ാമത്തെ വാക്യം, അവരുടെ ഭ്രംശം ലോകത്തിന് നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? അവരുടെ ഭ്രംശം, ഇസ്രായേൽ മശികയെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ലോകത്തിന്റെ യഥാസ്ഥാനം മറ്റുള്ളവർക്ക് വേണ്ടി ഉള്ള ഒരു വാതിൽ തുറന്നത്. ഇനി അടുത്തെന്താ സംഭവിക്കുന്നത്? ഇനി അവരെ പൂർണ്ണമായി ദൈവം പഴയ ഉടമ്പടിയിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു സമയമുണ്ട്. ഇസ്രായേലിന്റെ കണ്ണു തുറക്കുന്ന ഒരു സമയമുണ്ട്. സക്രിയാവ് 12 പറയുന്ന അവർ കുത്തിയമെങ്കിലേക്ക് നോക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം മരിച്ചവരുടെ ഉയർപ്പിന് കാരണമായി തീരും. എന്ന് പറഞ്ഞാൽ സഭയുടെ ഉൽപ്രാപണം, സഭയുടെ എടുക്കപ്പെടൽ സംഭവിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ദൈവം ഇസ്രായേലുമായിട്ടുള്ള ഉടമ്പടി പുതുക്കുകയും പണ്ടത്തെ എല്ലാ പ്രോമിസസും നിവർത്തിക്കുകയും ചെയ്യും. ആ സമയം വരുന്നിടം വരെ ഇസ്രായേലിന്റെ വിക്ടറീസ് ഭാഗികമാണ്, അംശമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ തകർത്തടിച്ച് കയറി വന്ന ഇസ്രായേൽ ഒന്ന് പമ്മി നിൽക്കാൻ കാരണമായി തീർന്നത്. സിറിയയിലും ഗാസയിലും ഒക്കെ നേടിയ വിജയങ്ങൾ അതുകൊണ്ട് നമ്മൾ ഈ സെക്ഷൻ തുടങ്ങി ആരംഭകാലം മുതൽ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് പക്ഷേ, ഈ വിജയങ്ങളൊക്കെ ഭാഗികമാണ്. പൂർണ്ണമായ വിജയം കർത്താവായ യേശുക്രിസ്തുവിനെ അവർ സ്വീകരിച്ച് കുത്തിയെങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്ന സമയം മുതലേ ഉണ്ടാകത്തുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മുടെ അമേരിക്കൻ പ്രധാനമന്ത്രി ട്രംപ് ഒക്കെ വളരെ അഗ്രസീവായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ അതൊക്കെ കാലമാകാതുള്ള സപ്പോർട്ടാണ് പാസ്റ്ററെ. ഈ കാലമായിട്ടുള്ള സപ്പോർട്ടിന് അർത്ഥമുണ്ട്. ഇത് കാലമാകാന്നുള്ള സപ്പോർട്ടാണ്. കാരണം പണ്ട് മോശ കാലമാകുന്നതിന് മുമ്പ് ഇസ്രായേലിന്റെ രക്ഷകനാകാൻ ശ്രമിച്ചു. ഇസ്രായേലിന്റെ രക്ഷകനാകാൻ ശ്രമിച്ചു. ഒരു ഈജിപ്ഷ്യനെ കയറി അടിച്ചു കൊന്നു, അല്ലേ? രക്ഷകനാകാൻ ശ്രമിച്ചതാ, പക്ഷെ ഓടിപ്പോകേണ്ടത് ടൈമിംഗ് അല്ലായിരുന്നു. ട്രംപ് കാണിക്കുന്ന അതേ പരിപാടിയാ. ട്രംപ് പഴയ മോശയുടെ ഏതാ കൈ കിട്ടിയവരൊക്കെ അടിക്കാൻ നോക്കുക. ഞാൻ പറയുമ്പോൾ ട്രംപിനെ സ്നേഹിക്കുന്നവർ ഒത്തിരി പേരുണ്ടെന്നറിയാം. പക്ഷേ ദൈവവചനത്തിന്റെ വ്യവസ്ഥയ്ക്കും ടൈമിങ്ങിനും എതിരായിട്ട് ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ പ്രവൃത്തി നടത്തത്തില്ലെന്നാണ് യാക്കോബ് പറഞ്ഞത്. ട്രംപ് എത്ര ഉന്മേഷത്തോട് പ്രവർത്തിച്ചാലും ഇസ്രായേലിനെ രക്ഷിക്കാൻ ട്രംപിന് പറ്റത്തില്ല. കാരണം ട്രംപ് അല്ല രക്ഷകൻ, കർത്താവായ യേശുക്രിസ്തുവാണ്. ട്രംപ് അല്ല ഇസ്രായേലിന്റെ മശിയ, കർത്താവായ യേശുക്രിസ്തുവാണ്. ട്രംപ് ഈ ആവേശം കൊണ്ട് ചെയ്യുന്നത് പൊളിറ്റിക്കൽ ഒരു വിസ്ഡം ഇല്ലാത്ത പല പ്രവർത്തികളും പക്ഷെ കുഴപ്പം എന്താണെന്നറിയാം, മോശ ഈജിപ്ഷ്യനെ അടിച്ചു കൊന്നതിലുള്ള അനുഭവങ്ങളാണ്. ബാക്ക് ഫയർ ചെയ്യും, ആ നടപടികൾ ബാക്ക് ഫയർ ചെയ്യും. കാരണം ദൈവത്തിന്റെ ടൈമിങ്ങിലല്ല. ദൈവത്തിന്റെ ടൈമിംഗ് ആയിക്കഴിഞ്ഞാൽ മോശയ്ക്ക് ആരുടെ സപ്പോർട്ട് വേണ്ട, മോശ വന്ന് നിന്നാൽ മിസ്രൈമിൽ അത്ഭുതങ്ങൾ നടക്കും.
അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആവർത്തിക്കപ്പെടുന്ന ഒരു ചരിത്രമാണ്. ട്രിബുലേഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം പാസ്റ്റർ. ഉപദ്രവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രേറ്റ് ട്രിബുലേഷൻ വരാനുണ്ട്. അതെ, അത് ഇസ്രായേൽ കഷ്ടപ്പെടും. ഇസ്രായേലിൽ ശരിക്കും ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് അന്നാ. ലോകരാജ്യങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ടാകും. സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷമാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹാ ഉപദ്രവം ഉണ്ടാകുന്നത്. എന്നാൽ സഭയ്ക്ക് ഉപദ്രവമുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ സഭയ്ക്ക് ഉപദ്രവമുണ്ട്. ഈ ചരിത്രത്തിലെ വെളിപ്പാട് പുസ്തകമൊക്കെ എഴുതിയ കാലഘട്ടത്തിലൊക്കെ വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനം പല വിധത്തിൽ നടത്താൻ പറ്റും. വെളിപ്പാട് റെവലേഷൻ വളരെ രസകരമായ ഒരു പുസ്തകമാണ്. റെവലേഷൻ ഭാവി കാലത്തെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ യോഹന്നാൻ എഴുതുമ്പോൾ അവൻ്റെ പ്രസന്റ് ഡേ ചർച്ചിനുള്ള സന്ദേശവും കൂടെ ആയിരുന്നത്. യോഹന്നാൻ അത് എഴുതുമ്പോൾ 2000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 2500 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവമായിട്ടല്ല അദ്ദേഹം അത് എഴുതിയത്. അദ്ദേഹത്തിന്റെ ചിന്ത അന്നത്തെ സഭയോടുള്ള ദൂതെന്ന. അതുകൊണ്ട് വളരെ രൂപകാത്മകമായിട്ടാണ് അത് എഴുതിയത്. കാരണം അതിനകത്ത് പറയുന്ന പല സിംബോളിസങ്ങളും അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില രാജ്യങ്ങൾ, രാജാക്കന്മാർ, അവരോടൊക്കെയുള്ള ദൂതുകളായിരുന്നു, അവരെക്കുറിച്ചുള്ള ദൂതുകളായിരുന്നു. ഇങ്ങനെ പറയാറുണ്ട്, മൃഗം എന്ന പദം ഉപയോഗിക്കുമ്പോൾ നീറോയെ വിളിച്ചിരുന്ന പേര് ബീസ്റ്റ് എന്നാണ്. അപ്പോൾ മൃഗം എന്ന് എഴുതിയപ്പോൾ നീറോയെയാണ് ഈ യോഹന്നാൻ സൂചിപ്പിച്ചത് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. കാരണം എല്ലാ ബിബ്ലിക്കൽ പ്രോഫസിസിനും പല വിധത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. ഒന്ന്, അത് ആർക്ക് കൊടുത്തു, അവരോടുള്ള സന്ദേശം. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം, പിന്നെ ഒരു ആത്മീയ വ്യാഖ്യാനം, സ്പിരിച്വൽ മീനിങ്. അപ്പോൾ അന്ന് കാലഘട്ടത്തിൽ തന്നെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ മനസ്സിലാക്കണം, സഭ ഗ്രേറ്റ് ട്രിബുലേഷനിൽ കൂടെ പോകുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ തന്നെ. ഇനിയും ഏറ്റവും കൂടുതൽ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സഭ പീഡിപ്പിക്കപ്പെട്ടത് 3rd സെഞ്ചുറിയും 4th സെഞ്ചുറിയുടെ തുടക്കത്തിലുമാണ്. ഏറ്റവും കൂടുതൽ കോൺസ്റ്റന്റൈൻ മനസ്സ് മാറുന്നിടം വരെ ആ ഒരു നൂറ്റാണ്ട്, 3rd സെഞ്ചുറി 4th സെഞ്ചുറി കൂടി ചേർത്ത് ആ ഒരു നൂറ്റാണ്ടാണ് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സഭ പീഡിപ്പിക്കപ്പെട്ടത്. ആ കാലഘട്ടമാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അത് മഹാഉപദ്രവമായിരുന്നു, സത്യമല്ലേ? പക്ഷെ പല വ്യാഖ്യാനങ്ങൾ ആളുകൾ പറയുന്നുണ്ട് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്തായിരുന്നു. എന്നാൽ കോൺസ്റ്റന്റൈൻ വന്നു കഴിഞ്ഞപ്പോൾ സഭയുടെ അന്തരീക്ഷം മാറിയെന്നും അത് മില്ലേനിയമാണെന്ന് പഠിപ്പിക്കുന്നവർ വരെയുണ്ട്. പിന്നെ ചർച്ചിന്റെ രാജ്യമായിരുന്നു, അല്ലേ? ചർച്ചായിരുന്നു ഭരിക്കുന്ന കുറെ നാളത്തേക്ക്. അതെ. പിന്നെ റോമിന്റെ അധികാരമായിരുന്നു. പക്ഷേ മില്ലേനിയം 1000 വർഷത്തിൽ കൂടുതൽ പോയെന്നുള്ളേ ഉള്ളൂ. ഇങ്ങനെ എത്രയോ പഠിപ്പീരുകൾ നമ്മൾ കേട്ടു. അപ്പം വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വേദപുസ്തകത്തിൽ സഭയ്ക്കുണ്ടാകുന്ന ഉപദ്രവത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്, ഗ്രേറ്റ് ട്രിബുലേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്, മഹാഉപദ്രവത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷേ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ സഭ പീഡിപ്പിക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു. അതൊന്നുമല്ല വെളിപ്പാട് പുസ്തകത്തിലെ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സഭയുടെ ഉൽപ്രാപണത്തിന് തൊട്ടു മുമ്പ് ആ ട്രിബുലേഷൻ സഭയ്ക്ക് അങ്ങ് കൂടിയിരിക്കുകയാണ്. അതൊരു പ്രസവവേദനയാണ് ഫസ്റ്റ്, ഒരു ഈറ്റുനോവാ. നമ്മൾ പറയാറില്ലേ ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന്. ഇത് ഈറ്റുനോവിൻ്റെ ഫൈനൽ സ്റ്റേജാണ് കേട്ടോ. 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് ഈറ്റുനോവിൻ്റെ ആരംഭമായിരുന്നു യേശു പറഞ്ഞെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്ന ലോക സംഭവങ്ങളൊക്കെ ഈറ്റുനോവിൻ്റെ അവസാനമാണ്. സഭ പുറത്തു പോകാനുള്ള, സഭ എടുക്കപ്പെടാനുള്ള ഈറ്റുനോവിൻ്റെ. മാത്രമല്ല ലോക സംഭവങ്ങൾ മാറുന്ന എസ്കറ്റോളജിക്കൽ ആ ഒരു അല്ലേ പ്രവചനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുള്ള സമയങ്ങളാണ്. ഒറ്റ കാര്യം കൂടെ പറയാം. തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയുണ്ടാകുമെന്ന്. വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നു. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങളാണ് തോന്നുന്നു. ആ വാക്യം വളരെ നമ്മൾ ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ടതാണ്. പാസ്റ്റർ ഇത് പറഞ്ഞു, എവിടെയൊക്കെ മനുഷ്യരക്തം വീണിട്ടുണ്ടോ, എവിടെയൊക്കെ പീഡ അനുഭവിച്ചിട്ടുണ്ടോ, പിന്നത്തേതിൽ അവിടെ ഒരു ദൈവത്തിൻ്റെതാകുന്ന ഒരു ന്യായവിധി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അത് സംഭവിക്കാത്തത് ഇത് കൃപായുഗമായതുകൊണ്ടാണ്. ഇപ്പം അങ്ങനെ പലയിടത്തും രക്തം വീണിട്ടും, പലയിടത്തും ദൈവസഭകൾ തകർക്കപ്പെട്ടിട്ടും, ദൈവദാസന്മാരുടെ രക്തം വീണിട്ടും ദൈവം ഇപ്പോൾ ഇടപെടാത്തത് കൃപായുഗം ആയതുകൊണ്ടാണ്. എന്നാൽ എന്താ പറയുന്നത്? 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 6-7 കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി
ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധി നീതിയല്ലോ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ആശ്വാസം കിട്ടുന്ന നാളാണ് കർത്താവ് തന്റെ ദൂതന്മാരുമായി പ്രത്യക്ഷപ്പെടുന്ന നാള്. കർത്താവിന്റെ മടങ്ങി വരവുണ്ടാകുമ്പോൾ പീഡ അനുഭവിക്കുന്ന സഭ എടുക്കപ്പെടുമ്പോൾ അവർക്ക് ആശ്വാസവും, പീഡിപ്പിക്കുന്നവരുടെ മേൽ അതിനുശേഷം വലിയ ന്യായവിധി. അല്ലേ പാസ്റ്ററെ? അതെ. അപ്പൊ ഇതും വളരെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷമാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ന്യായവിധി എല്ലാം സംഭവിക്കുന്നത്. ക്രോധകലശങ്ങൾ ഒഴിക്കുന്ന ലോകരാജ്യങ്ങളുടെ മേലുള്ള ജഡ്ജ്മെന്റ്, അല്ലേ, അതെല്ലാം സംഭവിക്കുന്നത് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷമാണെന്നുള്ളതിന് തെളിവാണ് 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിലെ ഈ വാക്യങ്ങൾ. അവള് നിശ്ചയമായിട്ടും സഭ പീഡാനുഭവങ്ങളിൽ നിന്ന് പുറത്തു പോകും. ഇന്ന് ലോകവ്യാപകമായിട്ട് വലിയ പീഡകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് സഭയുടെ എടുക്കപ്പെടലിൻ്റെ ഒരു ലക്ഷണമാണ്. പീഡ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മണവാട്ടി സഭ എടുക്കപ്പെടാനുള്ള സമയമായി. പാസ്റ്റർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം മൃഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈ മൃഗമെന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈ മൃഗത്തിൻ്റെ ഒരു മർമ്മമാണ്. അത് ഓരോരുത്തരുടെ അകത്ത് കയറി കഴിഞ്ഞാൽ അവൻ തന്നെ മൃഗമായിക്കോളും. ഇപ്പൊ ഇവരുടെ ഒക്കെ ഓരോരുത്തരുടെ അകത്ത്, നീറോയുടെ അകത്ത് മൃഗീയ സ്വഭാവം കയറി. നീറോ ചത്തു, നീറോ മരിച്ചു, കാലകരണം ചെയ്യപ്പെട്ടു. പക്ഷെ അടുത്ത തലമുറ വരുമ്പം ഈ മൃഗത്തിന്റെ സ്വഭാവം ഇന്നും ഈ മൃഗീയ സ്വഭാവത്തിന്റെ ഇൻഫ്ലുവൻസാ. അതെ പക്ഷേ അത് ഞാൻ ഒന്നുകൂടി പറഞ്ഞാലേ, ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ റോം എന്ന് പറയുന്ന സാമ്രാജ്യത്തിന്റെ അകത്ത് പ്രവേശിക്കുന്നത് ഒരു മൃഗമാണ്. ദാനിയേൽ ഇതിനെയൊക്കെ മൃഗങ്ങളായിട്ടാണ് കാണുന്നത്. അതായത് ഗ്രീക്ക് സാമ്രാജ്യം, യവന സാമ്രാജ്യം, യവന പ്രഭു വരാനിരിക്കുന്നെന്ന് ദാനിയേൽ പറയുമ്പോൾ, ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുമ്പോൾ ഈ യവന സാമ്രാജ്യത്തിനകത്ത് കയറിയ ഒരു മൃഗം, ആ മൃഗത്തെ തന്നെയാണ് മറ്റൊരു രൂപത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പം മൃഗം എന്ന് പറയുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. അതേ മൃഗമാണ് യൂദയ്ക്കകത്ത് കയറിയത്. സാത്താൻ അവനിൽ പ്രവേശിച്ചെന്നുണ്ട്. പിന്നെ യൂദ മരിച്ചപ്പോൾ യൂദയുടെ അകത്തുണ്ടായിരുന്ന സാത്താൻ എന്ത് ചെയ്തു? അവനെ വിട്ട് വെളി വന്നു. അതാണ് പിന്നെ എതിർ ക്രിസ്തുവിന്റെ മർമ്മമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് വ്യാപരിക്കുന്നത്. ഒത്തിരി ഭരണാധികാരികൾക്കകത്ത് ഈ മൃഗമാണ് പ്രവർത്തിച്ചത്. ഏത് മൃഗം? ഈ പറഞ്ഞ ദാനിയേൽ വെളിപ്പാട് കണ്ട മൃഗം. പക്ഷെ ആ മൃഗം അതിന്റെ ഫുൾ ശക്തിയോട് വെളിപ്പെടുന്നത് ആന്റി ക്രൈസ്റ്റിലൂടെ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ കണ്ടിന്യൂ ചെയ്യാം. അതെ അതെ, ആന്റി ക്രൈസ്റ്റ് ആയിട്ട് വരുന്നവരുടെ അകത്തും കയറുന്ന ഈ മൃഗത്തിന്റെ സ്വഭാവമായിരിക്കും. പക്ഷെ ഇതിലൂടെ നമുക്കൊക്കെ ദൈവമക്കളോട് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആത്മമണ്ഡലം റിയല. ദൈവത്തിൻ്റെ ഡിവൈൻ സിസ്റ്റത്തിനെതിരെ വ്യാപരിക്കുന്ന ഒരു അന്ധകാര ശക്തിയും ഒരു മൃഗവും ഉണ്ട്. അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇത് ഡിവൈൻ സിസ്റ്റത്തിനകത്തൂടെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ സമാധാനവും വെളിച്ചവും ലൈറ്റും ക്ലാരിറ്റിയും എല്ലാം വെളിപ്പെടുന്നത് പോലെ, പക്ഷേ ഈ മൃഗത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നവർ ആ മൃഗീയ സ്വഭാവമുള്ളവരായി മാറും. പക്ഷേ ഇതിനകത്ത് ഇനി എനിക്കറിയത്തില്ല എന്ത് ആഡ് ചെയ്യണമെന്ന് അറിയില്ല. പാസ്റ്റർ എല്ലാ കാര്യങ്ങളും പാസ്റ്റർ കവർ ചെയ്തു. പക്ഷേ നമുക്ക് ഇതിനകത്തൂടെ പറയാനുള്ള കാര്യം, ഇന്ന് പ്രോസിക്യൂഷനിൽ കൂടെ കടന്നു പോകുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയ, ആ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയ വലിയൊരു ചുമതല ഇന്ന് നമ്മൾ പ്രോസിക്യൂഷനിൽ കൂടെ നമ്മൾ ഒരു കഷ്ടതയിൽ കൂടെ പോകുന്നില്ലെങ്കിൽ പോലും നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായ സഹോദരങ്ങൾ അതിനകത്തൂടെ പോകുമ്പം നമ്മൾ സഭകൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടിയ വലിയൊരു ആവശ്യത്തിൻ്റെ ഒരു മുഖത്താണ്. നാം നാളുകളിൽ അതിൽ കൂടെ കടന്നു പോകാതിരിക്കണമെങ്കിൽ നാമും പ്രാർത്ഥിച്ചേ പറ്റൂ. ബൈബിൾ പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നാം ഉണർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കേണ്ട വലിയൊരു കാര്യമാണ്. സിറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിറിയ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരട്ടെ. ഒരു നല്ല ഭരണം, ദൈവത്താൽ നിയുക്തരായിട്ടുള്ള, ദൈവത്താൽ നയിക്കപ്പെടുന്ന നല്ല ഭരണാധികാരികൾ വരികയും ആ രാജ്യം സമാധാനത്തിലേക്ക് ഉയർച്ചയിലേക്കും വന്ന്, പക്ഷേ ഈ സിറിയ ഒരു യൂറോപ്യൻ കൺട്രികളുടെ അകത്ത് ഉള്ള ഒരു രാജ്യമാണ്. ഇതെത്ര മനോഹരമായിട്ട് വരേണ്ടിയതാണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് വളരെ കണക്ഷനുള്ള ഒരു രാജ്യമാണ്. ഇതെത്ര മനോഹരമായിട്ട് വരേണ്ട ഒരു രാജ്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? ഈ സിറിയയും ലെബാനോനും ഈ തുർക്കിയും ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെല്ലാം എന്തും കൊണ്ടാണ് തകരുന്നത്? അപ്പം ഇതിന്റെ കാരണം അവരുടെ ഭൂതകാലം അവരെ വേട്ടയാടുന്നു. അതെ അതെ, ഒരു രാജ്യത്തിനും അതിന്റെ ഭൂതകാലത്തെ മറന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഇവരെ ഇതെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുക. പക്ഷേ
ഇവരെ വേട്ടയടിക്കും. അത് തന്നെയല്ല, ഞാൻ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതുപോലെ ഈ രക്തം വീണോ ഇനി അവർക്ക് അതിൻ്റെ ചലനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഒന്നിൽ ഈ തലമുറയിൽ, അടുത്ത തലമുറയിൽ ഇതവരെ നിരന്തരം അവരുടെ സ്വപ്നങ്ങളിലോ അവരുടെ ജീവിതങ്ങളിലോ അവർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കും. അത് എല്ലാ രാജ്യങ്ങളും, നമുക്ക് ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളിൽ കൂടെ പഠിക്കാൻ പറ്റും, ദൈവത്തിൻ്റെ സ്വഭാവങ്ങളെ പഠിക്കാൻ പറ്റും. ഞാൻ ഫിജിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫിജി രക്ഷപ്പെട്ടു. ഫിജി ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറി. പണ്ട് ഭയങ്കര വയലൻസ് നടന്നുകൊണ്ടിരുന്ന പട്ടാളക്കാർ തന്നെ 2 ചേരിയായി തിരിഞ്ഞ് വെടിവെക്കുമായിരുന്നു. ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ കാര്യം താഴെ പോയി കഴിഞ്ഞാൽ അവിടെ മിലിറ്ററി ഭരണം വരും. അതാണ് ഏറ്റവും ലാസ്റ്റ് സംഭവിക്കുന്നത്. പാകിസ്ഥാനിലൊക്കെ മിലിറ്ററി ഭരണം വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ തലമുറയെ കണ്ടിട്ടുണ്ട്. മിലിറ്ററി ഭരണം കയറിയേക്കും. പക്ഷേ ഈ മിലിറ്ററിക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വെടിവെച്ചാലോ ഇനി ഒരു കാലത്തും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുപോലത്തെ ആയിരുന്നു ഫിജി എന്ന് പറഞ്ഞ ഐലൻഡ്. ഇപ്പൊ സംഭവിക്കുന്ന ഇതുപോലെ. എങ്ങനെ ഫിജി രക്ഷപ്പെട്ടെന്നറിയാം പാസ്റ്ററെ? ഈ രക്തത്തിന്റെ ശക്തി. ഇവര് ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു പർട്ടിക്കുലർ ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ വേണേ കാണാം. ഈ ഐലൻഡിൽ ഇരുന്ന് ഒരു കൂട്ടം ആൾക്കാർ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇവരുടെ ചിന്തകളിൽ ഇവരോട് ദൈവത്തിന്റെ ആത്മാവ് പല സമയത്ത് ഇടപെട്ട് ഇവരുടെ കണ്ണടയ്ക്കും. ഇവർക്കൊരു വ്യക്തിയെ കാണാം. ഇവർക്ക് മനസ്സിലാകുന്നു ഈ ദേശത്ത് ഒരു മിഷണറിയുടെ രക്തം കിടന്ന് നിലവിളിക്കുക, ഒരു മിഷണറിയുടെ രക്തം. ഇവര് പ്രാർത്ഥിക്കാനും അന്വേഷിക്കാനും ഒക്കെ പഠിക്കാനും മുന്നോട്ട് ചെന്ന സമയത്ത് ഇവർ ചെന്ന് നിന്നത് 18ാം സെഞ്ചുറിയിൽ ദൈവം അയച്ച ഒരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് തോമസ് ബേക്കർ എന്നായിരുന്നു. ഒരു അമേരിക്കൻ മിഷണറി ആയിരുന്നു. ദൈവത്തിന്റെ നിയോഗത്താൽ വന്നതാ. അദ്ദേഹം ഓസ്ട്രേലിയ വന്നു, ഇവിടുന്ന് അങ്ങനെ വന്നു. ഇദ്ദേഹത്തിന്റെ ബ്ലഡ് കിടന്ന് നിലവിളിക്കുന്നത് കാരണം അത് പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. പിന്നല്ലാതെ ഒത്തിരി കിരാതനമായ അവിടുത്തെ നരഭോജികൾ കൊന്നു തിന്ന മനുഷ്യരുടെ മാംസവും രക്തവും നിമിത്തവും ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഇവര് തോമസ് ബേക്കറിന്റെ കൊച്ചുമക്കൾ ലോകത്തിൽ എവിടെയുണ്ടെന്ന് അവരുടെ അന്നത്തെ ഗവൺമെന്റ് അന്ന് അല്പ ക്രിസ്തീയ ചായ്വുള്ളവരായിരുന്നത് കൊണ്ട് അവരുടെ സഹായത്തോടു കൂടെ കണ്ടുപിടിച്ചിട്ട് പക്ഷേ ഒഫീഷ്യലി ഞാൻ ഈ പറയുന്നത് ഒഫീഷ്യലി നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോകളെല്ലാം കാണാം. ഈ തോമസ് ബേക്കറിന്റെ കൊച്ചുമക്കളെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ പർട്ടിക്കുലർ എവിടെ വെച്ച് കൊന്നുകളഞ്ഞോ ആ ഐലൻഡിൽ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരു മൂപ്പൻ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഫോർഫാദറാ കൊന്നുകളഞ്ഞ്. ഈ മൂപ്പൻ വന്ന് ഈ കൊച്ചുമക്കളോട് വന്ന് ക്ഷമ ചോദിക്കുകയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അന്ന് അവിടെ വന്നു. ഈ ക്ഷമ ചോദിക്കുന്ന ആ സെറിമണിക്ക് അവിടെ വന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്ത് ഇവർ ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുകയും പ്രതിവിധി ചെയ്യുകയും ചെയ്തപ്പോൾ അന്ന് വൈകിട്ട് ആ രാജ്യത്തിന്റെ സൺസെറ്റ് നടക്കുന്നതിന് മുമ്പേ ആ രാജ്യത്തിന് മീതെ അവർ പറയുന്ന പ്രകാരമാ പ്രസൻസ് ഓഫ് ഗോഡ് റിസ്റ്റോർ ചെയ്തു. ആ രാജ്യത്തിനകത്ത് എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് ഭയങ്കര ചേഞ്ച്, ഒരു ഭാരം മാറിപ്പോയതുപോലെ ആ രാജ്യത്തിനകത്ത്. അടുത്ത ദിവസം അവർ പറയുക വിത്തിൻ ഫ്യൂ വീക്സിനകം അവിടെ കടലിൽ വലയെറിഞ്ഞാൽ 50 വർഷങ്ങൾക്ക് പുറകിലൊക്കെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന മീനുകളെ അവരുടെ മിനിസ്റ്റർ വന്നിട്ട് ഈ സംഭവം കാണാൻ അവരുടെ മിനിസ്റ്റർ വരുന്നത് അവർ ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു മൂവിയല്ല, ഇതൊരു ഡോക്യുമെന്ററിയാ. അവർ ഡോക്യുമെന്റ് ചെയ്തിട്ട് പറയുക 50 വർഷം മുമ്പേ ഞങ്ങളുടെ പിതാക്കന്മാര് പിടിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് പറയപ്പെട്ട മത്സ്യം കടലിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. നേരത്തെ വലയെറിഞ്ഞാൽ കിട്ടത്തില്ലായിരുന്നു മീന്. അവരുടെ ടൂറിസം തകർന്നു, കൃഷി തകർന്നു, രാജ്യത്തിന്റെ അന്തരീക്ഷം തകർന്നു. പക്ഷെ 2000 അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഈ 25 വർഷത്തിന് പുറകെ 2000 ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ പഠിക്കാൻ നടന്നുകൊണ്ടിരുന്നത് 25 വർഷമാണ്. 24 കിലോമീറ്റർ നടന്ന സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഈ തകർന്ന ദേശത്തെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോഴത്തേക്കിന് ആ ബാക്കിയുള്ള ആ രക്തത്തിന്റെ ശക്തികളെല്ലാം തുടച്ചു നീക്കി കളഞ്ഞപ്പോഴത്തേക്കിന് പ്രസൻസ് ഓഫ് ഗോഡ് വന്നു. പക്ഷെ അവിടെ പറയുന്ന വാക്കുകളൊക്കെ കാണാം. മണ്ണ് സൗഖ്യമായെന്ന്, നദി സൗഖ്യമായെന്ന്, ദേശം സൗഖ്യമായി, ജനം സൗഖ്യമായി. ഇന്ന് ആ പട്ടണം 85% യേശുവിനെ ആരാധിക്കുന്ന ദൈവമക്കള്. അവരുടെ ഇക്കോണമി ഉയർന്നു, GDP ഉയർന്നു. പക്ഷെ ഇതൊക്കെ ഞാനിത് പഠിപ്പിക്കാറുള്ളതാ.
അവർ 2017 ബ്രസീലിൽ നടന്ന റിയോ ജനീറോയിൽ നടന്ന ഒളിമ്പിക്സിൽ അവർ സെവൻസ് റഗ്ബിയിൽ ഗോൾഡ് മെഡൽ കൊണ്ടുപോയി. അവരുടെ കളിക്കാരുടെ ക്യാരക്ടർ പോലും ഫോർമേഷനായി സ്വാധീനം ചെലുത്തി ദൈവത്തിന്റെ വചനവും ദൈവ സാന്നിധ്യവും. അപ്പൊ രക്തം വീണാൽ ആ ദേശം തകരുമെന്നുള്ളത് നമ്മുടെ തലമുറകളിൽ പഠിക്കാൻ കിടക്കുന്ന വ്യക്തമായ കാര്യങ്ങളാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, എത്രയോ രാജ്യങ്ങൾ മന്ത്രവാദങ്ങൾക്ക് വേണ്ടിയും കാര്യങ്ങൾക്ക് വേണ്ടിയും രക്തം വീണു, തകർന്നുപോയി, മഴ നിന്നുപോയി. പല രാജ്യങ്ങളും തകർന്നു, പല ദേശങ്ങളും തകർന്നു, കൃഷി തകർന്നു. ഇത് ദൈവവചനത്തിന്റെ പ്രമാണമാണ്. നമുക്ക് കാണുമ്പോൾ സകല ഭൂമിയിലെ രാജാക്കന്മാരുടെയും പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും സകലത്തിനും മീതെ മഹാരാജാവ് ഭരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇത് വ്യക്തമായും കൃത്യമായും നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ അതിന്റെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ മൃഗത്തെക്കുറിച്ച് പറഞ്ഞു. മൃഗത്തിന്റെ മർമ്മം ഇത് ഒരുവന്റെ അകത്ത് കയറിയാൽ അവൻ മൃഗമായി തീരും. ഡിവൈൻ കാര്യം കയറിയാൽ ദൈവത്തിന്റെ ഡിവൈൻ സ്വഭാവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരും. നമുക്ക് തിരിഞ്ഞൊന്ന് കണ്ണു തുറന്നൊന്ന് ചിന്തിച്ചു നോക്കാം, ഒന്ന് മനസ്സ് തുറന്ന് ന്യൂട്രലായിട്ട് നിന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ആരെയാ ഫോളോ ചെയ്യുന്നത്? നമ്മൾ ആരെയാ അനുസരിക്കുന്നത്? ഏത് പ്രമാണത്തെയാ? ദൈവത്തിന്റെ പ്രമാണമാണെങ്കിൽ അത് വിശുദ്ധമായിരിക്കും. ഭൂമിയിലുള്ള സകല മനുഷ്യനെക്കാട്ടിലും വിശുദ്ധമായിരിക്കും ദൈവത്തിന്റെ പ്രമാണം. ഭൂമിയിലുള്ള ഒരു മനുഷ്യനും ജീവിച്ചിരുന്നവനോ ഇനി ജീവിക്കാൻ പോകുന്നവരോ ജനിക്കാൻ പോകുന്നവർക്ക് ആർക്കും അവരുടെ ഒരു വിശുദ്ധിയും ദൈവത്തിന്റെ വിശുദ്ധിയുമായിട്ട് മാനദണ്ഡത്തിന് പറയാൻ പറ്റത്തില്ല. ഏത് കാലഘട്ടത്തിൽ എടുത്ത് മാറ്റുരച്ച് നോക്കിയാലും ദൈവവചനം എന്നും തിളങ്ങി നിൽക്കും. കാരണം എഴുതിയ ദൈവത്തിന്റെ പ്രമാണം വിശുദ്ധമാണ്. പക്ഷേ നമുക്ക് നിർത്താം, ദൈവത്തിന്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരാം. ഈ പീഡിപ്പിക്കുന്നതൊക്കെ പ്രാർത്ഥിക്കാം. ജോഷുവ ശപിച്ച പട്ടണമാണ് എരിഹോ. ഇനി ആരെങ്കിലും പുതുക്കി പണിതാൽ അല്ലേ, അവന്റെ തലമുറയെ കുറിച്ചൊക്കെ ജോഷുവ പറഞ്ഞതാണ്, തലമുറയുടെ നാശത്തെക്കുറിച്ച്. പാസ്റ്ററെ, നമ്മൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിശ എരിഹോവിൽ വരുന്ന കഥ പഠിക്കാൻ. എരിഹോവിലെ വെള്ളം ഗർഭനാശകമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പണ്ട് ഉണ്ടായ ഒരു ശാപത്തിന്റെ അനന്തരഫലമാണ്. അവിടെ ഏലിശ ഉപ്പ് കൊണ്ടുവന്ന് ആ ദേശത്തെ വെള്ളത്തെ സൗഖ്യമാക്കുന്നു. ഉപ്പ് കവനന്റിനെ കാണിക്കുന്നതാ. ഒരു ദേശം ഉടമ്പടിയിലേക്ക് മടങ്ങി വരുമ്പോൾ, കവനന്റ് മടങ്ങി വരുമ്പോൾ ആ ദേശം സൗഖ്യമാകും. അപ്പോൾ പാസ്റ്റർ പറഞ്ഞതിൻ്റെ ഒരു ബിബ്ലിക്കൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു പാസ്റ്റർ, നമുക്ക് ഒരു സെക്ഷനും കൂടെ ഈ സീരീസിൽ ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇസ്രായേലിൻ്റെ റീസ്റ്റോറേഷനെ കുറിച്ചും ഒരു വിശാല ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ ഇനിയും എന്താ വേദോസ്ത പ്രവചനങ്ങൾ കൂടെ പറയേണ്ടത് അല്ലേ. ലാസ്റ്റ് ഒരു സെഷനോട് നമുക്ക് ബാക്കിയുണ്ട്. അടുത്ത വീക്കുകളിൽ നമുക്കത് കേൾക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. പ്രേക്ഷകരോടും നന്ദി പറഞ്ഞു ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇസ്രായേലിൻ്റെ ഭാവി കാലം കൂടെ നമുക്ക് കേൾക്കാം അടുത്ത ദിവസം. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.